മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു നടന്റെ തിരിച്ചുവരവ്. ആ നടൻ മറ്റാരുമല്ല, നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ഗംഭീരമായൊരു തിരിച്ചുവരവ് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം അവരുടെ ആ നടനെ നഷ്ടപ്പെട്ടിട്ട് കുറെ നാളായി. ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ നമുക്കിടയിലുണ്ട്. നടൻ നിവിൻ പോളി അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എന്ന് തന്നെ പറയാം. അടുത്തിടെ അദ്ദേഹത്തിന്റെ ആ മാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ആരാധകരുടെ ഇടയിൽ തരംഗമായത്. വണ്ണം കുറഞ്ഞ് വലിയ ട്രാൻസ്ഫോർമേഷനാണ് നിവിൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിവിന്റെ ചിത്രങ്ങളിൽ അത് കാണാനും കഴിയും. കുറച്ചു നാളായി ശരീരവണ്ണത്തിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന താരത്തിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ അടക്കമുള്ളവർ നിവിന്റെ ശക്തമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം പഴയ പ്രസരിപ്പും ഊർജ്ജവും നിവിനിൽ കാണാനാകുന്നുണ്ടെന്നും ഇതേ ലുക്കിൽ എത്രയും പെട്ടെന്ന് സിനിമ ചെയ്യൂ എന്നും ആരാധകർ കമന്റ് ചെയ്തിരുന്നു. 2024 2 ചിത്രങ്ങളാണ് നിവിൻ പോളിയുടേതായി തിയേറ്ററിലേക്ക് എത്തിയത്. മലയാളി ഫ്രം ഇന്ത്യയും വർഷങ്ങൾക്ക് ശേഷവും. നിവിൻ അതിഥി വേഷത്തിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ വിജയം നേടി. ചിത്രത്തിലെ നിവിന്റെ കഥാപാത്രവും ഏറെ ആഘോഷിക്കപ്പെട്ടു. നിവിൻ ഉള്ളതുകൊണ്ട് ആ ചിത്രം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നിവിൻ പോളിയുടെ ഒരു ഗംഭീര കംബാക്ക് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കംബാക്ക് എന്ന് പറയുന്നത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനൊപ്പം നിവിൻ പോളി തിരിച്ചു വരിക എന്നതാണ്. അത് സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെ, അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. ആ ഒരു വലിയ കംബാക്ക് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം അൽഫോൺസ് പുത്രൻ അടുത്തിടെ വലിയൊരു വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. 2023 ഒക്ടോബറിൽ അൽഫോൺസ് പുത്രൻ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലൂടെ സിനിമയിൽ നിന്ന് വിരമിക്കാനുള്ള തന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. തന്റെ അടുത്ത ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത്. നേരത്തെ അൽഫോൺസ് പുത്രൻ ഫഹദിനെയും നയൻതാരയും ചേർത്ത് പാട്ട് എന്ന മ്യൂസിക്കൽ ഡ്രാമയ്ക്ക് വേണ്ടി ഒന്നിക്കേണ്ടതായിരുന്നു. എന്നാൽ പൃഥ്വിരാജ് സുകുമാരന്റെ ഗോൾഡ് എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം തുടങ്ങാനിരുന്ന പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷമാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു തീരുമാനത്തിലേക്ക് അൽഫോൺസ് പുത്രൻ കടന്നു കഴിഞ്ഞു എന്ന് അറിയേണ്ടത്. ഇത് നിവിൻ പോളി ആരാധകരെയും ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും വീണ്ടും ഒന്നിക്കുന്നു. ഈ രണ്ടുപേരുടെയും കംബാക്ക് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനിയാണ് ആ വരവ് എന്നതൊക്കെ അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നിവിൻ പോളിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിവിൻ പോളി എന്തായാലും അൽഫോൺസ് പുത്രനെ പൊക്കിക്കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ വാർത്തയും. നിവിൻ പോളി ഇപ്പോൾ തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് വലിയ ഫ്ലോപ്പുകളാണ് നിവിൻ പോളിക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ചില ഗംഭീര പ്രോജക്റ്റുകളുമായി തിരിച്ചു വരാൻ ഒരുങ്ങിയാണ് ഈ ജനപ്രിയ നടൻ. ഇപ്പോൾ സിനിമകളിൽ നിന്നും ഇടവേളയിലാണ്. രൂപമാറ്റങ്ങളൊക്കെ നടത്തി ഞെട്ടിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ടാൽ ശരിക്കും ഞെട്ടുകയും ചെയ്യും. 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രേമം എന്ന ചിത്രത്തിന് ശേഷം അൽഫോൺസ് പുത്രൻ വീണ്ടും നിവിൻ പോളിയുമായി ഒന്നിക്കാൻ പോകുന്നു എന്നത് ഇതൊരു ഗംഭീര തിരിച്ചറിവ് തന്നെയായിരിക്കും എന്ന് പ്രേക്ഷകർ ഒരേപോലെ തന്നെ പറയുന്നു. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന മലയാളം പ്രോജക്റ്റിൽ നിവിൻ പോളി നായകനായി എത്തുമെന്നാണ് മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത വിദൂരമല്ല. 2024 ഫാർമയാണ് റിലീസിനൊരുങ്ങുന്ന നിവിന്റെ പുതിയ പ്രോജക്റ്റ്. നിവിൻ പോളി ആദ്യമായി അഭിനയിക്കുന്ന ഈ വെബ് സീരീസിന്റെ സംവിധായകൻ PR അരുണാണ്. അരുൺ തന്നെയാണ് ഫാർമയുടെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. നരേൻ, പ്രശാന്ത് അലക്സാണ്ടർ, ശ്രുതി രാമചന്ദ്രൻ, ബിനു പപ്പു, മുത്തുമണി, വീണ നന്ദകുമാർ, അലേ കപൂർ എന്നിവരും ഫാർമയിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഡിയർ സ്റ്റുഡന്റ് ആണ് നിവിൻ പോളിയുടെ അടുത്ത തിയേറ്റർ റിലീസ്. ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളിയും നയൻതാരയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ജോർജ് ഫിലിപ്പ് റോയ്, സന്ദീപ് കുമാർ എന്നിവർ ചേർന്ന് രചിച്ച് സംവിധാനം ചെയ്യുന്നു. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കും സിനിമ. ആര്യൻ രമണി, ഗിരിരാജ വല്ലഭൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നിവിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൂടാതെ നിവിൻ പോളിയുടേതായി മറ്റൊരു ചിത്രം കൂടി ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും അതിശയകരമായ വാർത്ത. തമിഴകത്ത് നിന്നും കാർത്തിക് സുബ്രാജ് നിവിൻ പോളിയെ നായകനാക്കി ഒരു ചിത്രം ഒരുക്കാൻ പോകുന്നു. സൂര്യയുടെ റെട്രോ എന്ന സിനിമയ്ക്ക് ശേഷം കാർത്തിക് സുബ്രാജ് ഒരുക്കാൻ പോകുന്ന സിനിമയിൽ നിവിൻ പോളി നായകനായേക്കുമെന്നാണ് ഏറ്റവും പുതിയ റൂമറുകൾ വന്നിരിക്കുന്നത്. നിവിൻ പോളിയും ഹരീഷ് കല്യാണുമാണ് ഈ ചിത്രത്തിൽ എത്തുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നതും.